Good morning, dear students. I hope all of you are going well. Today, let's discuss the third chapter of Class Plus One Quest for a Theory of Everything by Kitty Gale Ferguson. As we all know, this chapter is about the life of Stephen Hawking, the very famous theoretical physicist. Okay, ഇത് നമ്മൾ നേരത്തെ പഠിച്ച ഐ വിൽ ഫ്ലൈ എന്ന ചാപ്റ്ററിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതിൽ നമ്മളോട് ഡോക്ടർ കലാം പറഞ്ഞു ദ ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് യുണീക്ക് ആവുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്. എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? നമ്മളെങ്ങനെ യുണീക്ക് ആവണം, യുണീക്ക് ആവുക എന്ന് വെച്ചാൽ എന്താണ് എന്നൊക്കെ ഡോക്ടർ കലാം നമുക്ക് പറഞ്ഞു തന്നു. ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് എന്ന ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് വേൾഡ് ഫേമസ് തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫാണ്. യുണീക്ക് ആവുക എന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹം സ്വന്തം ഡിസബിലിറ്റീസിനെ എങ്ങനെയാണ് എബിലിറ്റീസ് ആക്കി മാറ്റിയത്. നമുക്കെല്ലാവർക്കും വളരെ മോട്ടിവേഷൻ തരുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു ലൈഫാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റേത്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. Okay, let's begin by examining the title of the chapter, Quest for a Theory of Everything. What do you mean by quest? Quest എന്ന് വെച്ചാൽ അന്വേഷണം. എല്ലാത്തിനും വേണ്ടിയുള്ള എല്ലാത്തിൻ്റെയും ഒരു തിയറിക്കായിട്ടുള്ള അന്വേഷണം. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറി, ആ തിയറിക്ക് വേണ്ടിയുള്ള അന്വേഷണം. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്, ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരിക്കും അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടാവുക? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് സ്റ്റീഫൻ ഹോക്കിംഗ്. നോക്കാം നമുക്ക്. ഇൻ ദി കോക്രോഫ്റ്റ് ലെക്ചർ റൂം ഓൺ April 29, 1980, scientists and university dignitaries gathered in steep tiers of seats facing a two-story wall of chalkboard and slide screen. The occasion was the inaugural lecture by a new location professor of mathematics, the 38-year-old mathematician and physicist Stephen Hawking. So the lesson opens with a description of what happened in April 29, 1980. And this description is given by, of course, the author Kitty Gale Ferguson. April 29, 1980 നടന്നൊരു സംഭവം. കോക്രോഫ്റ്റ് ലെക്ചർ റൂമിൽ വെച്ച് ഒരുപാട് സയൻറ്റിസ്റ്റുകളും യൂണിവേഴ്സിറ്റി ഡിഗ്നിറ്ററീസും ഒക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു ഫങ്ഷനാണ്, ഒരു ലെക്ചറിങ് ഹാളാണ്. അവിടെ നടന്നൊരു സംഭവമാണ് നമ്മുടെ ഓതർ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അന്ന് അവിടെ ലൊക്കേഷൻ പ്രൊഫസറായിട്ടുള്ള മാത്തമാറ്റിക്സിലും ഫിസിസിസ്റ്റുമായിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ്, 38 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള സ്റ്റീഫൻ ഹോക്കിംഗ് അന്ന് അവിടെ ഇനാഗുറൽ ലെക്ചർ നടത്താൻ പോവുകയാണ്. ആ ഒരു ഫംഗ്ഷനിൽ വെച്ചാണ് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ആദ്യമായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണുന്നത്. ദ ടൈറ്റിൽ ഓഫ് ദി ലെക്ചർ വാസ് എ ക്വസ്റ്റ്യൻ, ഈസ് ദ എൻഡ് ഇൻ സൈറ്റ് ഫോർ തിയററ്റിക്കൽ ഫിസിക്സ്. Hawking started his listeners by announcing that he thought it was. He invited them to join him in a sensational escape through time and space to find the holy grail of science, the theory that explains the universe and everything that happens in it. അപ്പോൾ ഇനി രണ്ടാമത്തെ പാരഗ്രാഫ് ആകുമ്പോഴേക്കും നമുക്ക് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ അവർ കണ്ട അനുഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഒരു ലെക്ചർ ഹാളിൽ വെച്ചാണ് കാണുന്നത്. ആൻഡ് സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് ദർ ആസ് എ മാത്തമാറ്റീഷ്യൻ ആൻഡ് physicist, and the title for his lecture was a question, is the end in sight for theoretical physics. അന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് അവിടെ പറയാൻ പോകുന്ന ലെക്ചറിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയോ എന്നതായിരുന്നു. വേദിയിൽ കൂടിയിരിക്കുന്ന എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ ആൻസർ യെസ് എന്നായിരുന്നു. തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ അവസാനം കണ്ടു തുടങ്ങി. He invited them to join him in a sensational escape through time and space to find the holy grail of science.
ആ ഒരു ആൻസറിലൂടെ അദ്ദേഹം അവിടെ കൂടിയിരുന്ന ഓഡിയൻസിനെ ഒരു അന്വേഷണ യാത്രയ്ക്ക് ക്ഷണിച്ചു. സ്പേസിൽ കൂടെയും സമയത്തിൽ കൂടെയുമുള്ളൊരു യാത്രയാണത്. അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ പ്രപഞ്ചത്തെ പറ്റിയും അതിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റിയും പറയാൻ പറ്റുന്ന ഒരു സിദ്ധാന്തം, അതിലേക്ക് എത്തിച്ചേരുക എന്നൊരു ലക്ഷ്യത്തിലേക്ക്, അങ്ങനെയുള്ളൊരു അന്വേഷണാത്മകമായ ഒരു യാത്രയിലേക്ക് അവിടെ കൂടിയിരുന്ന മുഴുവൻ ഓഡിയൻസിനെയും സ്റ്റീഫൻ ഹോക്കിംഗ് കൊണ്ടുപോവുകയാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് sat silently in a wheelchair while one of his students read his lecture to the assembled company. Judged by appearance alone, Hawking didn't seem a promising choice to lead any adventure. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കാണുമ്പോൾ നമ്മൾ പറയുമല്ലോ, കണ്ടാൽ വലിയ ലുക്കൊന്നുമില്ല എന്നുള്ളത്. നിങ്ങൾ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. അദ്ദേഹം ഒരു നോർമലായിട്ടുള്ള ഒരാൾ ഇരിക്കുന്ന പോലെയല്ല ഇരിക്കുക, അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ആദ്യമായി കാണുമ്പോൾ ഹി വാസ് സിറ്റിംഗ് ഇൻ എ വീൽ ചെയർ ആൻഡ് വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് വാസ് പ്രസൻറ്റിംഗ് ദ ലെക്ചർ. അദ്ദേഹം എഴുതി തയ്യാറാക്കിയ, അദ്ദേഹം ഉണ്ടാക്കിയ ആ ലെക്ചർ വായിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്. ഒരു അപ്പിയറൻസ് മാത്രം ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം അത്ര കഴിവുള്ള ഒരാളാണ് എന്ന് തോന്നിയില്ല. സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് വാസ് ബോൺ ഓൺ 8 January 1942 in Oxford, England. It was exactly 300 years after the death of Galileo, the father of modern science. Now Kitty Gale Ferguson brings us to the life of Stephen Hawking directly. ഇനി നമ്മൾ നേരെ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ലൈഫ് ഹിസ്റ്ററി അറിയാൻ വേണ്ടി പോവാണ്. അപ്പോൾ സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് January 8, 1942 ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡിലാണ് ജനിച്ചിട്ടുള്ളത്. അദ്ദേഹം ജനിച്ച ഡേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഇറ്റ് വാസ് എക്സാക്ട്ലി 300 years ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഗലീലിയോ. ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്നറിയപ്പെടുന്ന ഗലീലിയോയുടെ മരണത്തിൻ്റെ എക്സാക്റ്റ് 300 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത്. സെയിം ആയിട്ടുള്ള അതേപോലെയുള്ള മറ്റൊരു പ്രതിഭ ഗലീലിയോ മരിച്ച് 300 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം ജനിച്ചിരിക്കുന്നു. വാട്ട് എ കോയിൻസിഡൻസ്, അല്ലേ? Okay, moving on to the next. Frank and Isabel Hawking, Stephen's parents, were not wealthy, but they believed in the value of education. So they planned for Stephen to go to Westminster, a famous public school in the heart of London. Unfortunately, Stephen was ill at the time of the scholarship examination for Westminster. Therefore, he attended the local St. Albans school. In this paragraph, we came to know about Stephen's parents, Frank and Isabel Hawking. They were not wealthy. അവർ അത്ര വലിയ പൈസക്കാരൊന്നും ആയിരുന്നില്ല. പക്ഷേ they knew the value of education. വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ മകനെ ലണ്ടനിലെ പ്രശസ്തമായ ഒരു പബ്ലിക് സ്കൂളായിരുന്നു വെസ്റ്റ്മിനിസ്റ്റർ, അവിടെ ചേർക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെ അങ്ങനെ വെറുതെ ചേർക്കാൻ പറ്റില്ല. അതിനു മുമ്പ് ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ട്. ആ സമയമായപ്പോഴേക്കും അൺഫോർച്ചുനേറ്റ്ലി സ്റ്റീഫൻ ഫെൽ ഇൽ. സ്റ്റീഫൻ എന്തോ ഒരു അസുഖം വന്നു. അങ്ങനെ അദ്ദേഹത്തിന് ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അദ്ദേഹം പിന്നീട് അവിടെ അടുത്തുള്ള സെയിൻറ്റ് ആൽബൻസ് സ്കൂളിലാണ് പഠിച്ചത്. By the time he was 8, he was thinking seriously about becoming a scientist. Frank Hawking encouraged his son to follow him into medicine, but Stephen found biology too imprecise. He wanted a subject in which he could look for exact answers and get to the root of things. അപ്പോൾ എന്താ പറഞ്ഞത്? 8 വയസ്സായപ്പോഴേക്കും സ്റ്റീഫൻ ഹോക്കിംഗ് വാസ് സീരിയസ്ലി തിങ്കിങ് അബൌട്ട് ബിക്കമിങ് എ സയൻറ്റിസ്റ്റ്. എങ്ങനെ ഒരു സയൻറ്റിസ്റ്റ് ആകാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഏതു പ്രായത്തിലാണ്? 8 വയസ്സായപ്പോഴാണ് കേട്ടോ. 8 വയസ്സുള്ളപ്പോൾ നമ്മുടെ ചിന്ത എന്തായിരുന്നു? ആൺകുട്ടികളാണെങ്കിൽ ആ കടയിലുള്ള JCB, ആ മോഡൽ കാർ, അതൊക്കെ സ്വന്തമാക്കണം. ഇനി പെൺകുട്ടികളാണെങ്കിലോ അവളെപ്പോലെയുള്ള വള, ആ പട്ടുപാവാട, ഇതൊക്കെയല്ലേ നമ്മൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇന്നലെ നല്ല മണം കിട്ടിയിരുന്ന അങ്ങാടി കൂടെ നടക്കുമ്പോൾ ഇന്ന് ആ കടയിൽ നിന്ന് ആ സാധനം വാങ്ങിപ്പിക്കണം. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ചിന്ത, അല്ലേ? ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ വി പീപ്പിൾ ആൻഡ് സച്ച് ഗ്രേറ്റ് പീപ്പിൾ. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയുള്ള ആൾക്കാരും നമ്മളും തമ്മിലുള്ള വലിയൊരു ഡിഫറൻസ് ആണത്. 8 വയസ്സായപ്പോൾ അദ്ദേഹം സയൻറ്റിസ്റ്റ് ആവണം എന്നാണ് ആലോചിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദർ അദ്ദേഹത്തെ മെഡിസിനിലേക്ക് പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. പക്ഷേ
സ്റ്റീഫനെ സംബന്ധിച്ചിടത്തോളം ബയോളജി വാസ് ടു ഇംപ്രിസൈസ്. ഒരു കൃത്യതയില്ലാത്ത സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ട് തന്നെ ഹി വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ലേൺ ഇറ്റ്. ബയോളജി പഠിക്കാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് എന്തായിരുന്നു? എക്സാക്റ്റ് ആൻസേഴ്സ് കിട്ടണം. ഓരോ കാര്യത്തിൻ്റെയും റൂട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാനും എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന് കൃത്യമായ ഒരു ഉത്തരം നൽകാനും പറ്റുന്ന ഒരു സബ്ജക്റ്റ്, അത് പഠിക്കണമെന്നായിരുന്നു സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ താല്പര്യം. യങ് സ്റ്റീഫൻ വാസ് നോ പ്രോഡിജി. He was just an ordinary English school boy, slow in learning to read. His handwriting the despair of his teachers. He was ranked no more than halfway up in his class. Though he now says in his own defense, it was a very bright class. അപ്പോൾ നമ്മൾ സാധാരണ ക്ലാസ്സിലൊക്കെ മാറ്റി നിർത്തുന്ന കുട്ടികൾക്കൊരു ആശ്വാസമാണ് കേട്ടോ ഈ ഒരു പാരഗ്രാഫ്. എന്താണ്? സ്റ്റീഫൻ ചെറുപ്പത്തിൽ അത്ര വലിയ പഠിപ്പിച്ചൊന്നും ആയിരുന്നില്ല. നമ്മളൊക്കെ പറയുന്ന പോലെ അത്ര വലിയ ബുജിയൊന്നും ആയിരുന്നില്ല. ഹി വാസ് എ നോർമൽ ചൈൽഡ്. സാധാരണ ഒരു ഓർഡിനറി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അദ്ദേഹത്തിന് വായിക്കാൻ വളരെ സ്ലോ ആയിട്ടാണ് പഠിച്ചത്. പെട്ടെന്നൊന്നും അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റിയിരുന്നില്ല. വളരെ സ്ലോ ആയിട്ടാണ് ഹി ലേൺ ടു റീഡ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങോ, ഇറ്റ് വാസ് പാത്തറ്റിക്. ഭയങ്കര മോശം ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് മോശം ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ പേരിൽ കുറച്ച് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒക്കെ അടിച്ചിരിക്കണവർ സന്തോഷിച്ചോളൂ. ഒരു പക്ഷേ നാളത്തെ സ്റ്റീഫൻ ഹോക്കിംഗ് ഒക്കെ ആയേക്കാം അല്ലേ? നമ്മൾ പല മഹാന്മാരുടെയും ലൈഫ് ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു കാലത്ത് സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരോ സ്കൂൾ പകുതി വെച്ച് നിർത്തി പോരേണ്ടി വന്നവരോ ഒക്കെയാണ് പിന്നീട് വലിയ വലിയ ആൾക്കാരായിട്ടുള്ളത്. അതുകൊണ്ട് നാളെ തന്നെ TC വാങ്ങി പോകാനല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവും. നമ്മൾ ആരെയും മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് അല്ലേ? പിന്നെ ക്ലാസ്സിൽ എപ്പോഴും പകുതി, ഒരു 50 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ 25, 26 അങ്ങനെയൊക്കെ പകുതി കുട്ടികൾക്ക് ശേഷമുള്ള റാങ്ക് അദ്ദേഹത്തിന് എപ്പോഴും കിട്ടിയിരുന്നത്. ഇപ്പോൾ അദ്ദേഹം അതിനൊരു എക്സ്ക്യൂസ് എന്താ പറയുന്നത്? ഇറ്റ് വാസ് എ വെരി ബ്രൈറ്റ് ക്ലാസ്. നല്ല ക്ലാസ്, നല്ല ബ്രൈറ്റ് സ്റ്റുഡൻസ് ഉള്ള ക്ലാസ്സിലാണ് ഞാൻ പഠിച്ചത്. അതുകൊണ്ട് ആ റാങ്കൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണെന്ന് അദ്ദേഹം ഇപ്പോൾ തമാശ രൂപത്തിൽ ഒന്ന് പ്രതിരോധിക്കാൻ വേണ്ടി പറയും. At 14, Stephen knew that he would pursue mathematics and physics. His father called this impractical, for there were no jobs in mathematics except teaching. Moreover, he wanted his son to attend his own college, and Oxford offered no mathematics. He followed his father's advice and studied chemistry, physics, and only a little mathematics in preparation for the entrance into Oxford. He did well in physics and the interview was brilliantly accepted. 14 വയസ്സായപ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് തീരുമാനിച്ചു ഫിസിക്സും മാത്തമാറ്റിക്സുമാണ് എൻ്റെ മേഖല, അത് പഠിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫാദർ പറഞ്ഞു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിക്കുക എന്നുള്ളത് ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ, അത് നടക്കുന്ന കാര്യമല്ല. കാരണം അന്ന് അദ്ദേഹം വിചാരിച്ചത് മാത്തമാറ്റിക്സ് പഠിച്ചാൽ ഒറ്റൊരു ജോലിയെ കിട്ടുള്ളൂ. എന്താ അത്? ടീച്ചിങ്. അതെന്താ ടീച്ചിങ് അത്ര മോശമൊരു ജോലിയാണോ? അല്ല, മോശം ജോലി ആയിട്ടല്ല. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഫാദർ മകനെ ടീച്ചറാക്കണമെന്നല്ല, അതിനേക്കാളും വലിയൊരു പൊസിഷനിൽ എത്തിക്കണമെന്നായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഒരു കാരണം അതാണ് മാത്സ് പഠിക്കണ്ടെന്ന് അച്ഛൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം, മാത്തമാറ്റിക്സ് പഠിച്ചാൽ ടീച്ചിങ് അല്ലാതെ മറ്റൊരു ജോബ് ഓപ്ഷൻ ഇല്ല. മറ്റൊന്ന്, ഫാദറിൻ്റെ ആഗ്രഹം അച്ഛൻ പഠിച്ച പോലെ തന്നെ മകനും ഓക്സ്ഫോർഡിൽ പഠിക്കണം എന്നായിരുന്നു. അന്ന് ഓക്സ്ഫോർഡിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നില്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്സ് പഠിക്കണ്ടെന്ന് ഫാദർ പറഞ്ഞു. ഫാദർ പറഞ്ഞപ്പോൾ മകൻ അനുസരിച്ചു. ആസ് എ റിസൾട്ട് ഹി സ്റ്റഡീഡ് കെമിസ്ട്രി, ഫിസിക്സ് ആൻഡ് ഓൺലി എ ലിറ്റിൽ മാത്തമാറ്റിക്സ്. കുറച്ച് മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഫിസിക്സും സ്റ്റീഫൻ ഹോക്കിംഗ് പഠിച്ചു. അങ്ങനെ അദ്ദേഹം ഓക്സ്ഫോർഡിലേക്കുള്ള എൻട്രൻസ് എക്സാം എഴുതി, ഇൻ്റർവ്യൂ ഒക്കെ വളരെ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. അവിടെ അഡ്മിഷൻ കിട്ടി. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. He joined University College, his father's college, and the oldest at Oxford, founded in 1249 AD. അപ്പോൾ അദ്ദേഹം 1959 17ാമത്തെ വയസ്സിൽ ഓക്സ്ഫോർഡിലേക്ക് നാച്ചുറൽ സയൻസ് പഠിക്കാനും ഫിസിക്സിൽ സ്പെഷ്യലൈസ് ചെയ്യാനും വേണ്ടിയിട്ട് പോയി. അവിടെ AD 1249 സ്ഥാപിതമായ ഓക്സ്ഫോർഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോളേജായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കോളേജും കൂടി ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ അദ്ദേഹം
പഠിച്ചു. Nevertheless, for about a year and a half, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically. But halfway through his second year, he began enjoying Oxford. ഓക്സ്ഫോർഡിൽ ചേർന്നിട്ട് ആദ്യത്തെ 1.5 വർഷം അദ്ദേഹത്തിന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. ഈ ബോറടി മാറ്റാൻ ഒരു മാർഗവും അദ്ദേഹം കണ്ടില്ല. പക്ഷേ സെക്കൻഡ് ഇയറിൻ്റെ ഒരു പകുതിയൊക്കെ ആയപ്പോഴേക്കും ഹി ബിഗാൻ എൻജോയിങ് ഓക്സ്ഫോർഡ്. ഓക്സ്ഫോർഡിലെ ജീവിതം അദ്ദേഹം ആസ്വദിച്ചു തുടങ്ങി. He became popular and well accepted among his peers. They remember him as a lively, buoyant, and adaptable. He wore his hair long, was famous for his wit, liked classical music and science fiction, and took part in sports. അപ്പം സെക്കൻഡ് ഇയറൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹം വളരെ അധികം ഓക്സ്ഫോർഡ് എൻജോയ് ചെയ്യാൻ തുടങ്ങി എന്നതിൻ്റെ തെളിവ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അദ്ദേഹം വളരെ ലൈവ്ലി ആയിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള, ഏത് സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് നല്ല നീണ്ട മുടി ഉണ്ടായിരുന്നു. നല്ല തമാശക്കാരനായിരുന്നു അദ്ദേഹം. ക്ലാസിക്കൽ മ്യൂസിക്കും സയൻസ് ഫിക്ഷനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. അതുമാത്രമല്ല അദ്ദേഹം സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. Hawking was confident that he could get through successfully, but as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. തേർഡ് ഇയർ ആയപ്പോഴേക്കും അദ്ദേഹം ഈ തമാശകളൊക്കെ വിട്ട് അദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് തിരഞ്ഞെടുത്തു. പിന്നീട് കേംബ്രിഡ്ജിൽ ഒരു PhDക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ കേംബ്രിഡ്ജിൽ നിന്ന് പറഞ്ഞത് ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയാൽ അദ്ദേഹത്തിന് കേംബ്രിഡ്ജിൽ PhDക്ക് അഡ്മിഷൻ കൊടുക്കാവുന്നതാണ്. അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു എന്തായാലും ഓക്സ്ഫോർഡിൽ നിന്ന് ഫസ്റ്റ് കിട്ടുമെന്ന്. പക്ഷേ എക്സാമിനേഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഒരു ബോർഡർ ലൈനിലായിരുന്നു. ഫസ്റ്റ് കിട്ടിയാലാണ് കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കൊടുക്കുകയുള്ളൂ. പക്ഷേ ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും ഇടയിൽ ഒരു ബോർഡർ ലൈൻ റിസൾട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. Faced with a borderline result, the examiner summoned Hawking for an interview and questioned him about his plans. In spite of the tensions of the situation, Hawking managed to come up with a kind of remark for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I'll remain at Oxford. So, I expect that you will give me a first. He got his first and he went to Cambridge. അപ്പോൾ ഇങ്ങനെ ഒരു ബോർഡർ ലൈൻ റിസൾട്ട് കിട്ടിയപ്പോൾ എക്സാമിനേഴ്സ് അദ്ദേഹത്തെ വിളിച്ചു, ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്ലാൻസിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അന്ന് ഇൻ്റർവ്യൂ ബോർഡിനോട് അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വളരെ ഫേമസ് ആയിരുന്നു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞ റിപ്ലൈ എന്ന് നോക്കാം. ഇഫ് ഐ ഗെറ്റ് എ ഫസ്റ്റ് ഐ ഷാൽ ഗോ ടു കേംബ്രിഡ്ജ്. എനിക്ക് ഫസ്റ്റ് കിട്ടിയാൽ ഞാൻ കേംബ്രിഡ്ജിലേക്ക് പോകും. പക്ഷേ സെക്കൻഡാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ ഇവിടെ ഓക്സ്ഫോർഡിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് ഫസ്റ്റ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ദ ഇൻ്റർവ്യൂ ബോർഡ് വാസ് ഇംപ്രസ്ഡ് ആൻഡ് ഹീ ഗോട്ട് ഹിസ് ഫസ്റ്റ്. അങ്ങനെ അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടി. അദ്ദേഹം PhDക്ക് വേണ്ടിയിട്ട് കാംബ്രിഡ്ജിലേക്ക് പോയി. ഹിസ് ഫസ്റ്റ് ഇയർ അറ്റ് കാംബ്രിഡ്ജ് വാസ് വേഴ്സ് ദാൻ ദാറ്റ് അറ്റ് ഓക്സ്ഫോർഡ്. ഹിസ് slipshod mathematical background caught up with him, and he found general relativity extremely tough. Another far more disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice for no apparent reason. The following autumn at Cambridge, he had trouble tying his shoes, and sometimes he had difficulty talking. നമ്മൾ നേരത്തെ പറഞ്ഞു ഓക്സ്ഫോർഡിലായിരുന്ന സമയത്ത് ആദ്യത്തെ 1.5 വർഷം അദ്ദേഹത്തിന് ഭയങ്കര ബോറിംഗ് ആയിരുന്നു എന്ന്. കാംബ്രിഡ്ജിലെത്തിയപ്പോൾ അതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു കാര്യങ്ങൾ. കാരണം ഒന്നാമത് അദ്ദേഹം അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം മാത്തമാറ്റിക്സ് വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനറൽ റിലേറ്റിവിറ്റി എന്ന സബ്ജക്റ്റ് ഭയങ്കര ടഫായിട്ട് തോന്നി. മറ്റൊന്ന്, അതിനേക്കാൾ വലിയൊരു പ്രോബ്ലം കൂടി ആ സമയത്തുണ്ടായി.
ഓക്സ്ഫോർഡിൽ ഒരു തേർഡ് ഇയർ ഒക്കെ ആയപ്പോഴേക്ക് അദ്ദേഹം വെറുതെ ഒരു ബലം കിട്ടാത്ത പോലെ തോന്നി അദ്ദേഹത്തിന്. യാതൊരു കാരണവുമില്ലാതെ നടക്കുമ്പോഴൊക്കെ വെറുതെ വീഴാൻ തുടങ്ങി. പിന്നീടുള്ളൊരു ഓട്ടം സീസണൊക്കെ ആയപ്പോഴേക്കും അദ്ദേഹത്തിന് കാലിൽ ഷൂസ് കെട്ടാൻ പറ്റുന്നില്ല. ചില സമയത്തൊക്കെ സംസാരത്തിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ സ്റ്റാർട്ടിങ് ഓഫ് ഹിസ് ഡിസീസ്. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ തുടക്കമാണ്. ഷോർട്ട്ലി ആഫ്റ്റർ ഹിസ് 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. At first, he went into a deep depression. He didn't know what he ought to do or what his future would be like. അദ്ദേഹത്തിൻ്റെ 21ാമത്തെ ബർത്ത്ഡേക്ക് ശേഷം 21 വയസ്സ് പൂർത്തിയായതിൻ്റെ അടുത്ത നാളുകൾ തന്നെ 1963 അദ്ദേഹത്തിൻ്റെ രോഗം നിർണയിക്കപ്പെട്ടു. അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് എന്നായിരുന്നു രോഗത്തിൻ്റെ പേര്. ആ രോഗത്തിന് അന്ന് യാതൊരു ചികിത്സയും കണ്ടുപിടിച്ചിട്ടില്ല. സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും നെർവ് സെല്ലുകൾ ഗ്രാജ്വലായിട്ട് പതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, നശിച്ചു പോകുന്നു. ഇതാണ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ്. ഇതറിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായി. ഇനി എന്ത് ചെയ്യണം, ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നൊന്നും അറിയാത്തൊരവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കൂ, 21 വയസ്സാണ്. എല്ലാ സ്വപ്നങ്ങൾക്കും ചിറക് മുളക്കുന്നൊരു കാലം. 21 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടാവും അല്ലേ? അപ്പോഴാണ് ഇങ്ങനെ ഒരു രോഗം തന്നെ കീഴടക്കിയെന്ന് ആ കുട്ടി അറിയുന്നത്. അതായത് ഇനി മുന്നിലൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടോ എന്ന് സംശയം തോന്നുന്ന ഒരു സമയം. നമ്മളൊക്കെ ആണെങ്കിൽ വീണു പോകും അല്ലേ? ആരായാലും ഡിപ്രഷനായി പോവും. അത് തന്നെ സ്റ്റീഫൻ ഹോക്കിങ്ങിനും സംഭവിച്ചു. പക്ഷേ നമ്മളും അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനും സ്റ്റീഫൻ ഹോക്കിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഇനി മുതലാണ് നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നത്. നോക്കാം നമുക്ക്. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored with life. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. അപ്പോൾ രോഗം നിർണയിച്ച ആദ്യ നാളുകളിൽ അദ്ദേഹത്തിന് ഭയങ്കര ഡിപ്രഷൻ ഉണ്ടായെങ്കിൽ കൂടി പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ കരകയറി. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്കത് കേൾക്കാം. അദ്ദേഹം പറയുന്നു, ആ സമയത്ത് എൻ്റെ സ്വപ്നങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എൻ്റെ ഈ രോഗം നിർണയിക്കപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഞാൻ ഭയങ്കര ബോർഡായിരുന്നു, ഭയങ്കര ബോറടിയായിരുന്നു എനിക്ക് ജീവിതം. എന്തെങ്കിലും ചെയ്യാനുണ്ട്, അങ്ങനെ വേർത്തായിട്ടുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴാണ് എനിക്ക് ജീവിതത്തിൻ്റെ വാല്യൂ മനസ്സിലായത്. ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടെന്നെന്ന് ഞാൻ മനസ്സിലാക്കി. ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണുന്ന ഒരു സ്വപ്നമായിരുന്നു സാക്രിഫൈസിങ് മൈ ലൈഫ് ടു സേവ് അതേഴ്സ്. മറ്റുള്ളവരെ സേവ് ചെയ്യാൻ വേണ്ടി എൻ്റെ ജീവിതം ത്യാഗം ചെയ്യുക. ഇങ്ങനെ ഒരു ഡ്രീമും കൂടി ആ സമയങ്ങളിൽ എനിക്കുണ്ടായിരുന്നു. ഏതായാലും ഞാൻ മരിക്കും, അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നല്ലത് ചെയ്തിട്ട് മരിക്കാം എന്നൊരു ചിന്ത. Hawking's doctors hoped that his condition would stabilize, but the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. ഹോക്കിങ്സിൻ്റെ ഡോക്ടേഴ്സൊക്കെ വിചാരിച്ചു, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ഡോക്ടേഴ്സ് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ രോഗം ഇനി ഈ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുമെന്ന്. പക്ഷേ അവരുടെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് രോഗം വഷളായി. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനി 2 വർഷം കൂടിയേ അദ്ദേഹം ജീവിക്കുള്ളൂ. But what happened? Let's see. 2 years passed. The progression of the disease had slowed. I didn't die. In fact, although there was a cloud hanging over my future, I found to my surprise that I was enjoying life in the present more than before. Total disability and death, though still a not too distant certainty, were postponed. Hawking had his reprieve.
a precarious and a temporary one, but life was precious. 2 വർഷം കഴിഞ്ഞു. സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു, ഞാൻ മരിച്ചില്ല. എൻ്റെ ജീവിതത്തിൻ്റെ നേരെ, എൻ്റെ ഭാവിയുടെ നേരെ വലിയൊരു കാർമേഘം മൂടപ്പെട്ട് കിടക്കുന്നുണ്ട്. രോഗമുണ്ട്, രോഗം ഭേദമായിട്ടില്ല, ഏത് നിമിഷവും ഞാൻ മരിക്കാം. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, ഐ ആം എൻജോയിങ് മൈ ലൈഫ് മോർ ദാൻ ബിഫോർ. ഈ രോഗം വരുന്നതിന് മുമ്പത്തെക്കാട്ടിലും കൂടുതലായിട്ട് ഞാനിപ്പോൾ എൻ്റെ ജീവിതം ആസ്വദിക്കുന്നു എന്നുള്ള കാര്യം അന്ന് ഞാൻ മനസ്സിലാക്കി. പൂർണ്ണമായിട്ടുള്ളൊരു ഡിസബിലിറ്റി ഉണ്ടാവാം, അല്ലെങ്കിൽ മരണം ഉണ്ടാകാം. അതൊക്കെ തൊട്ടടുത്ത നിമിഷം, അതൊന്നും പൂർണ്ണമായിട്ട് എന്നിൽ നിന്ന് അകന്നു പോയിട്ടില്ല, ആ ഭീഷണികളൊന്നും. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും അതൊക്കെ ഒന്ന് മാറ്റി നിർത്തപ്പെട്ടു. അങ്ങനെ ഹോക്കിംഗ് ഭേദപ്പെട്ടു. ഏറെക്കുറെ ഭേദമായി അദ്ദേഹം തിരിച്ച് ജീവിതത്തിലേക്ക് വന്നു. At a New Year's party at St. Albans, just before he entered the hospital for tests, Hawking met Jane Wilde. To her, this disheveled graduate student seemed terribly intelligent, eccentric and rather arrogant, but he was interesting and she lacked his wit. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു ടേണിംഗ് പോയിൻ്റാണ് പറയാൻ പോകുന്നത്. ഹിസ് ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് ജെയിൻ വൈൽഡ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകാൻ പോകുന്ന ജെയിൻ വൈൽഡിനെ കാണുന്നത് അത് എപ്പോഴാണെന്നുള്ളതാണ് ഇനി പറയുന്നത്. അദ്ദേഹം ഒരു ന്യൂ ഇയേഴ്സ് പാർട്ടിയിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് ടെസ്റ്റിന് വേണ്ടി പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് ജെയിൻ വൈൽഡിനെ കാണുന്നത്. ആദ്യമായിട്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടപ്പോൾ ജെയിൻ വൈൽഡിന് തോന്നിയിട്ടുള്ളത് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, എക്സെൻട്രിക് ആയിട്ടുള്ള, എന്നാൽ അല്പം ദേഷ്യക്കാരനും അരഗൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻ്റ് ആണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്നാണ് ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം തോന്നിയത്. പക്ഷേ ഹി വാസ് ഇൻട്രസ്റ്റിംഗ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തമാശയൊക്കെ ജെയിൻ വൈൽഡിന് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. When Jane met him again after his discharge from the hospital, he was really in a pathetic state. I think he has lost his will to live. He was very confused, she commented. She was not, however, put off by his physical or mental condition. She was rather a shy teenager, serious-minded, with a strong faith in God ingrained from childhood by her mother, and a belief that good can come out of any adversity. രണ്ടാമതും ജെയിൻ വൈൽഡ് സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടു. അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷമാണ് രണ്ടാമത്തെ തവണ ജെയിൻ വൈൽഡ് അദ്ദേഹത്തെ കണ്ടത്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെ പാത്തറ്റിക് ആയിരുന്നു, വളരെ ദയനീയമായിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു ആഗ്രഹം പോലും നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു എന്നാണ് ജെയിൻ വൈൽഡ് പറയുന്നത്. അദ്ദേഹം വളരെയധികം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനോ ശാരീരികമായ പ്രശ്നങ്ങളോ മാനസികമായ പ്രശ്നങ്ങളോ ഒന്നും ജെയിൻ വൈൽഡിനെ ബാധിച്ചില്ല. അവരൊരു ഷൈ ആയിട്ടുള്ള ഒരു ടീനേജറായിരുന്നു. പക്ഷേ വളരെ സീരിയസ് മൈൻഡഡ് ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് അവർക്ക് ജെയിൻ വൈൽഡിന് ദൈവത്തിൽ വളരെയധികം വിശ്വാസം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം എന്നത് അവർക്ക് കുട്ടിക്കാലത്ത് തന്നെ അമ്മയിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം നന്മയും തിന്മയും ഒക്കെ ദൈവത്തിൽ നിന്നുള്ളതാണ്. ആൻഡ് ഗുഡ് ക്യാൻ കം ഔട്ട് ഓഫ് എനി അഡ്വേഴ്സിറ്റി. ഏത് പ്രതികൂല സ്ഥിതിയിൽ നിന്നും നന്മ വരും, നല്ലൊരു കാലം വരുമെന്ന വിശ്വാസമായിരുന്നു ജെയിൻ വൈൽഡിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. Hawking admired her optimism and their friendship developed slowly. After a while, the two began to realize, in Jane's words, that together we could make something worthwhile. For Stephen, that made all the difference. He applied for a research fellowship at Caius, one of the colleges in Cambridge University. ജെയിൻ വൈൽഡ് വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു, വളരെയധികം ശുഭാപ്തി വിശ്വാസമുള്ളൊരു കുട്ടി. ആ ഒരു ക്വാളിറ്റി ഹോക്കിങ്ങിനെ വളരെയധികം ആകർഷിക്കുകയും അവർ നല്ല കൂട്ടുകാരാകുകയും ചെയ്തു. അങ്ങനെ ഗ്രാജ്വലി ആ ഇഷ്ടം ഒരു പ്രണയത്തിലേക്ക് മാറുകയും അവർ വിവാഹിതരാവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറയുന്നു, അവർ തിരിച്ചറിഞ്ഞു എന്താണ്, ടുഗെദർ വി കുഡ് മേക്ക് സംതിങ് വർത്ത് വൈൽ. ഒരുമിച്ച് നിന്നാൽ നമുക്ക് ചിലതെല്ലാം നേടാൻ പറ്റുമെന്നൊരു തോന്നൽ അവർക്കുണ്ടായി. ആൻഡ് ദെൻ ദേ ഗോട്ട് മാരീഡ്. And for Stephen Hawking, that made all the difference.
തൻ്റെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത് ആ ഒരു തീരുമാനത്തിൻ്റെ പിൻബലത്തിലായിരുന്നു എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു. അതിനുശേഷം അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ കെയസിൽ ഒരു റിസർച്ച് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുന്നു. In 1965, at the age of 23, Hawking received his fellowship at Caius, and in July of the same year, Jane and he were married. 23-ാമത്തെ വയസ്സിൽ 1965 അദ്ദേഹത്തിന് റിസർച്ച് ഫെലോഷിപ്പ് ആയിട്ട് കെയസിൽ നിന്ന് അഡ്മിഷൻ കിട്ടി. ആ സെയിം ഇയറിൽ തന്നെ അവർ വിവാഹിതരാവുകയും ചെയ്തു. People who remember Hawking in the university in the late 1960s recall him making his way around the corridors with a cane, supporting himself against the wall. He spoke with what sounded like a slight speech impediment. But more than that, they remember his brashness in sessions involving some of the world's most distinguished scientists. While other young researchers kept a reverential silence, Hawking daringly asked unexpected and penetrating questions. He clearly knew what he was talking about. His reputation as a genius, neither Einstein, began then. 1960 ആ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ ഇപ്പോഴും ഓർക്കുന്നു. അദ്ദേഹം കോറിഡോറിലൂടെ ചുമരിൽ പിടിച്ച് ഒരു വടിയുടെ സഹായത്തോടെ നടന്നു പോകുന്നതൊക്കെ അവർക്കിപ്പോഴും തെളിച്ചമുള്ള ഓർമ്മയാണ്. അദ്ദേഹം ഒരു സ്പീച്ച് ഇംപിഡിമെൻ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഓരോ സെഷൻസൊക്കെ നടക്കുമ്പോൾ, സംവാദങ്ങളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാഷ്നെസ്, എത്ര തീക്ഷ്ണമായാണ് അദ്ദേഹം അതിൽ സംസാരിച്ചിരുന്നത് എന്ന് ഇപ്പോഴും അവർ ഓർക്കുന്നു. ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ ഉള്ള സദസ്സായിരിക്കും. ബാക്കിയുള്ള റിസർച്ചേഴ്സൊക്കെ അവരോടൊരു ബഹുമാനപൂർവ്വം സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ സ്റ്റീഫൻ ഹോക്കിംഗ് വളരെ ധൈര്യത്തോടെ അവർ പ്രതീക്ഷിക്കാത്ത തുളച്ചു കയറുന്ന ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. അദ്ദേഹം എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തെ ജീനിയസ് എന്നും അനദർ ഐൻസ്റ്റീൻ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത്. In 1980, a practical need for funds launched him into a new enterprise that was to have a far-reaching impact on the Hawkings and others all over the world. He thought of writing a book about the universe, about the most interesting questions that had made him want to study cosmology and quantum theory. Where did the universe come from? Is the universe infinite, or does it have any boundaries? Will it come to an end? If so, how? Is there a complete theory of the universe and everything in it? Is there a beginning of time? Could time run back? The book begins by rewinding the great theories of the cosmos from Newton to Einstein. He wrote the book to make science understandable to non-scientists. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ മറ്റൊരു മേഖലയെക്കുറിച്ച്, അദ്ദേഹം എത്തപ്പെട്ട മറ്റൊരു മേഖലയെക്കുറിച്ചാണ് പറയുന്നത്. 1980 ആയപ്പോഴേക്കും കുറച്ച് ഫണ്ടിന് ആവശ്യം വന്നപ്പോൾ ഹി തോട്ട് ഓഫ് റൈറ്റിംഗ് എ ബുക്ക്, ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു അദ്ദേഹം. ആ പുസ്തകം എന്തിനെക്കുറിച്ചാണ്? അബൌട്ട് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച്. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻ കാരണമാണ് അദ്ദേഹം കോസ്മോളജിയും ക്വാണ്ടം തിയറിയും ഒക്കെ പഠിച്ചത്. സാധാരണക്കാർക്ക് ഉള്ള ഒരുപാട് സംശയങ്ങളാണത്. പക്ഷേ നമുക്കത് സാധാരണക്കാരായ ജനങ്ങൾക്ക് എവിടെ പോയി ചോദിക്കണം, എങ്ങനെ ഈ സംശയ ദൂരീകരണം നടത്തണം എന്നൊന്നും അറിയില്ല. അപ്പോൾ നോൺ സയൻറ്റിസ്റ്റുകളായിട്ടുള്ള, സയൻസ് അറിയാത്ത സാധാരണക്കാരായ വ്യക്തികൾക്ക് സയൻസ് മനസ്സിലാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെ ഇങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് സാധാരണക്കാർക്കുള്ള ഒരുപാട് സംശയങ്ങൾക്ക് ആൻസർ കൊടുക്കുക എന്നൊരു ഉദ്ദേശത്തിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതാൻ ആരംഭിച്ചത്. അതിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്ത ചില ക്വസ്റ്റ്യൻസ് ഇതാണ്. വേർ ഡിഡ് ദ യൂണിവേഴ്സ് കം ഫ്രം? എവിടെ നിന്നാണ് ഈ യൂണിവേഴ്സ് വരുന്നത്? അതിൻ്റെ ഒറിജിൻ എവിടെ നിന്നാണ്? യൂണിവേഴ്സിന് എന്തെങ്കിലും ഒരു ബൗണ്ടറി ഉണ്ടോ, അതിരുകളുണ്ടോ, അതോ അതിരില്ലാതെ അത് ഇൻഫിനിറ്റ് ആയിട്ട് പരന്നു കിടക്കുകയാണോ? ഈ യൂണിവേഴ്സിന് എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമോ? ഉണ്ടാവുമെങ്കിൽ എങ്ങനെ? ഈ പ്രപഞ്ചത്തിനെയും അതിലുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കംപ്ലീറ്റ് തിയറി ഉണ്ടോ? സമയത്തിന് ഒരു തുടക്കമുണ്ടോ? സമയത്തിന് പിന്നിലേക്ക് തിരിച്ചോടാൻ പറ്റുമോ?
ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചത്. ന്യൂട്ടൺ മുതൽ ഐൻസ്റ്റീൻ വരെയുള്ള ഒരുപാട് സയൻറ്റിസ്റ്റുകൾക്ക് കോസ്മോളജിയെക്കുറിച്ച് കോസ്മോസിനെ കുറിച്ചൊക്കെ ഒരുപാട് തിയറീസ് ഉണ്ട്. ആ തിയറികളൊക്കെ റിവൈൻഡ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം എഴുതി തുടങ്ങിയത്. He completed the first draft in 1984. While the revision process was going on, he made a trip to Switzerland. There he was down with pneumonia and was left on a life support system. Doctors gave a choice as to whether a tracheotomy operation which would remove his windpipe should be conducted or not. It might save his life, but afterwards he would never again be able to speak or make a vocal sound. With grave misgivings, Jane consented. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഡ്രാഫ്റ്റ് അദ്ദേഹം 1984 കംപ്ലീറ്റ് ആയി. അതിൻ്റെ റിവിഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വിറ്റ്സർലൻഡിലേക്ക് ഒരു ട്രിപ്പ് പോയി. അവിടെ വെച്ച് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിക്കുകയും ഡോക്ടേഴ്സ് അദ്ദേഹത്തെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ട്രക്കിയോട്ടമി എന്നൊരു ഓപ്പറേഷൻ സജസ്റ്റ് ചെയ്യുകയും ചെയ്തു. ട്രക്കിയോട്ടമി എന്ന് വെച്ചാൽ വിൻഡ് പൈപ്പ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിച്ചേക്കാം. പക്ഷേ അതിനുശേഷം ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ശബ്ദം തിരിച്ചു കിട്ടില്ല. ഒരു വോക്കൽ സൗണ്ട് പോലും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല. ഒരുപാട് സീരിയസ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൂടി അവസാനം ജെയിൻ ആ ഓപ്പറേഷന് വേണ്ടിയിട്ട് സമ്മതിച്ചു. അവരുടെ മുന്നിൽ ഭർത്താവിൻ്റെ ജീവൻ രക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊരു ലക്ഷ്യമില്ല. സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഭർത്താവ് ജീവനോടെ ഉണ്ടാകുമല്ലോ എന്നുള്ള ഒരു ആശ്വാസം മാത്രം. അതുകൊണ്ട് അവർ ട്രക്കിയോട്ടമി ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സമ്മതിച്ചു. The future looked very bleak, Jane remarked. Hawking could no longer breathe through his mouth and nose, but only through a permanent opening made in his throat. After many weeks of intensive care, he went home to join Jane and his 3 children. He was still too weak and ill to continue his research. Walt Wolters, a computer expert in California, sent him a program he had developed called the Equalizer, which allowed Hawking to select words from the screen. അങ്ങനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പ്രതിസന്ധിയിലാവുകയാണ്. 21-ാമത്തെ വയസ്സിൽ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ബാധിച്ച് വിധി അദ്ദേഹത്തെ പരീക്ഷിച്ചു. അതിൽ നിന്നൊക്കെ അദ്ദേഹം മനോധൈര്യം കൊണ്ട് മുന്നോട്ട് വന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന സംസാരിക്കാനുള്ള കഴിവ് അതുകൂടി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. അദ്ദേഹം പറയുന്നു, ദ ഫ്യൂച്ചർ ലുക്ക്ഡ് വെരി ബ്ലീക്ക്. അദ്ദേഹത്തിൻ്റെ ഫ്യൂച്ചർ വളരെ ബ്ലീക്കായിട്ട് തോന്നി. ഇനി ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി. പക്ഷേ അദ്ദേഹം അതിൽ നിന്നൊക്കെ കരകയറുന്ന കാഴ്ച നമുക്ക് കാണാം. കുറച്ചും കൂടി കഴിയുമ്പോൾ അദ്ദേഹം എങ്ങനെ ഇതിനെ അതിജീവിച്ചു എന്നുള്ളത് കൂടി നമുക്ക് കാണാം. ഹോക്കിങ്ങിന് ട്രക്കിയോട്ടമി ഓപ്പറേഷന് ശേഷം മൗത്തിലൂടെയോ നോസിലൂടെയോ ശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ പെർമനൻ്റ് ആയിട്ട് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൂടെയാണ് അദ്ദേഹം ശ്വസിച്ചത്. ഒരുപാട് ആഴ്ചകളുടെ തീവ്രമായ പരിശ്രമത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളോടും ഭാര്യയോടും കൂടി വീട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിന് അത് സ്വന്തം റിസർച്ച് തുടരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും വീക്കായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് കാലിഫോർണിയയിൽ നിന്നുള്ള ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടായിട്ടുള്ള വോൾട്ട് വോൾട്ടേഴ്സ് അദ്ദേഹം സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഇക്വലൈസർ എന്നൊരു പ്രോഗ്രാം സ്റ്റീഫൻ ഹോക്കിങ്ങിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഹോക്കിങ്ങിന് തന്നെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നിന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള വാക്കുകൾ വേർഡ്സ് സെലക്ട് ചെയ്യാം. അതാണ് ഇക്വലൈസർ എന്ന പ്രോഗ്രാം. അതിലൂടെ അദ്ദേഹത്തിൻ്റെ പുസ്തകം പൂർത്തിയാക്കാം. He thought he would be unable to finish his book. With the support of his student Brian Witt, A Brief History of Time was published in 1988. September 2005 saw the release of an abridged version of the original book. This version was updated to address the new issues that had arisen due to further scientific developments. അങ്ങനെ പാതി വഴിയിൽ നിന്നു പോകുമെന്ന് അദ്ദേഹം കരുതിയിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്ന ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ടുള്ള ബ്രയാൻ വിറ്റിൻ്റെ സഹായത്തോടു കൂടി അദ്ദേഹം പബ്ലിഷ് ചെയ്തു 1988. പുസ്തകത്തിൻ്റെ പേരാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം.
അതിൻ്റെ ഒരു അബ്രിഡ്ജ്ഡ് ആയിട്ടുള്ളൊരു വേർഷൻ, ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള പുതിയൊരു വേർഷൻ 2005 സെപ്റ്റംബറിൽ വീണ്ടും അദ്ദേഹം ഇഷ്യൂ ചെയ്തു. കൂടുതൽ നമ്മുടെ ഇയർ ബൈ ഇയർ ഓരോ വർഷവും സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്സ് ഒരുപാട് വരികയാണല്ലോ, ആ കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുതിയ വേർഷനായിരുന്നു 2005 പുറത്തിറങ്ങിയത്. One will encounter a multitude of paradoxes in the book. In science and with people, things are often not what they seem, and pieces that ought to fit together refuse to do so. You will learn that beginnings may be endings. Cruel circumstances can lead to happiness, although fame and success may not. Two great scientific theories taken together seem to give us nonsense. Empty space isn't empty. Black holes are in black, and a man whose appearance inspires shock and pity takes us laughing to where the boundaries of time and space ought to be, but are not. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പാരഡോക്സസ് കാണാൻ പറ്റും. എന്താണ് പാരഡോക്സ്? വിരോധാഭാസം എന്ന് പറയല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിലും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരാളെ പേര് സൗമ്യ, ഒരു എക്സാമ്പിളാണ് കേട്ടോ, ഇനി ഇത് കേൾക്കുന്ന ഏതെങ്കിലും സൗമ്യ എന്നെ തല്ലാൻ വരണ്ട, വെറുതെ ഒരു എക്സാമ്പിൾ. സൗമ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുക എന്താ, വളരെ സൗമ്യശീലയായിട്ടുള്ളൊരു പെൺകുട്ടി. ചിലപ്പോൾ ആ സൗമ്യയെ നേരിട്ട് കണ്ടാൽ ആ കുട്ടിയുടെ അത്രയും അക്രമകാരിയായിട്ടുള്ള ഒരാളുണ്ടാവില്ല. അതാണ് പാരഡോക്സ്. നമ്മൾ ചിന്തിക്കുന്നതൊന്ന്, യഥാർത്ഥത്തിൽ മറ്റൊന്ന്. വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണേ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് പാരഡോക്സുകൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന് ചില എക്സാമ്പിളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേതായിട്ട് പറയുന്നത്, ശാസ്ത്രത്തിലും മനുഷ്യരെ പോലെ തന്നെ കാണുന്നത് പോലെ അല്ല കാര്യം. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഒരു കാര്യം ഇങ്ങനെ ആയിരിക്കുമെന്ന്, പക്ഷെ അടുത്ത് അറിയുമ്പോഴാണ് മനസ്സിലാവുക അത് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല എന്നുള്ളത്. പിന്നെ വേറൊന്നും എന്താ പറയുന്നത്, യോജിക്കേണ്ട പീസസ് പലപ്പോഴും യോജിക്കുന്നില്ല. നമ്മൾ വിചാരിക്കും ഈ രണ്ട് പീസുകൾ വളരെ കറക്റ്റായിട്ട് യോജിക്കുമെന്ന്, പക്ഷേ നമ്മളതിനെ യോജിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അറിയുക ഇതൊന്നും യോജിക്കാൻ പോകുന്നില്ല. പലപ്പോഴും അവസാനങ്ങൾ തന്നെയായിരിക്കും തുടക്കങ്ങളും. ഇനി നമുക്ക് ഒരുപാട് വിപരീത പരിതസ്ഥിതികൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ജീവിതത്തിൽ. ഒരു പക്ഷേ ആ പരിതസ്ഥിതികൾ നമുക്ക് സന്തോഷം തരും, പക്ഷേ പ്രശസ്തിയും വിജയവും ഒന്നും നമുക്ക് സന്തോഷം തരണമെന്നില്ല. ഇനി വേറൊന്ന് പറയുന്നത് എന്താണ്, രണ്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറീസ്, ശാസ്ത്രീയമായ സിദ്ധാന്തങ്ങൾ ഒരുമിച്ചെടുത്താൽ അത് രണ്ടും കൂടി ഒരുമിച്ച് പഠിച്ചു നോക്കിയാൽ മണ്ടത്തരമാണെന്ന് തോന്നും. പിന്നെ പറയുന്നു, എംപ്റ്റി സ്പേസ് ഇസ് നോട്ട് എംപ്റ്റി. നമ്മൾ ശൂന്യമെന്ന് പറയുന്നൊരു സ്ഥലം ശരിക്കും ശൂന്യമല്ല. അവിടെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ബ്ലാക്ക് ഹോൾസ് ആർ നോട്ട് ബ്ലാക്ക്. ബ്ലാക്ക് ഹോൾസ് എന്ന് നമ്മൾ വിളിക്കുന്നത് ശരിക്കും അതിൻ്റെ കളർ ബ്ലാക്ക് അല്ല. അങ്ങനെ ഒരുപാട് പാരഡോക്സസ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. It is of course a miracle that Hawking has been able to achieve everything he has, that he is still alive. However, when you experience his intelligence and humor, you begin to take his unusual mode of communication and his obviously catastrophic physical problems no more seriously than he seems to himself. That is exactly the way he wants it. He chooses to ignore the difficulty and he expects others to adopt the same attitude. Stephen Hawking has overcome his crippling disease to become the supernova of world physics. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ പറയുന്നുണ്ട്, അപ്പിയറൻസ് മാത്രം ജഡ്ജ് ചെയ്യുകയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കണ്ടാൽ അത്ര ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരാളാണെന്ന് തോന്നില്ല എന്ന്, അല്ലേ? അതുപോലെ തന്നെ സ്റ്റീഫൻ ഹോക്കിങ് ഇത്രയൊക്കെ ചെയ്തു എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ്. കാരണം അയാൾ ഫിസിക്കലി ഒരു നോർമലായിട്ടുള്ള ഒരാളായിരുന്നില്ല. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതായത് കിറ്റി ഗെയിൽ ഫെർഗ്യൂസൺ ഇത് എഴുതുമ്പോഴുള്ള കാര്യമാണ്. സ്റ്റീഫൻ ഹോക്കിങ് അപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതുപോലും ഒരു അത്ഭുതമാണ്. നമുക്കങ്ങനെ തോന്നിയേക്കാം. അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും നർമ്മബോധവും ഒക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ആശയവിനിമയ ഉപാധികളും അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ദൗർബല്യങ്ങളൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും, അല്ലേ? അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഫിസിക്കലി വീക്കാണെങ്കിലും ഹി വാസ് വെരി സ്ട്രോങ് ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹം മെൻ്റലി വളരെ സ്ട്രോങ് ആയിരുന്നു. അത് തന്നെയാണ് അദ്ദേഹത്തിനും വേണ്ടത്.
അദ്ദേഹം ഒരിക്കലും തൻ്റെ ഡിസബിലിറ്റീസിനെ കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെട്ടിട്ടില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബലഹീനതകളെ കാര്യമാക്കുന്നില്ല. മറ്റുള്ളവരും തന്നെക്കുറിച്ച് അങ്ങനെ തന്നെ വിചാരിക്കണം, തന്നെക്കുറിച്ചും അവനവനെക്കുറിച്ചും അങ്ങനെ തന്നെ വിചാരിക്കണമെന്നാണ് അദ്ദേഹം ആശിക്കുന്നത്. അദ്ദേഹം ഇത്രയും വലിയ ഒരു രോഗത്തെ മറികടന്ന് അതിജീവിച്ച് ക്രിപ്ലിംഗ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന ഈ രോഗത്തെ മറികടന്ന് വേൾഡ് ഫിസിക്സിലെ സൂപ്പർനോവ ആയിട്ട് ഇരിക്കുകയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. സൂപ്പർനോവ വളരെ തിളങ്ങുന്ന നക്ഷത്രം അല്ലേ? വളരെയധികം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റേത്. നമ്മുടെ ഈ ഒരു എൻറ്റയർ യൂണിറ്റ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. കോൺഫിഡൻ്റ് ആയിരിക്കുക, യുണീക്ക് ആയിരിക്കുക. നമുക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ നമുക്ക് പറ്റും. എങ്ങനെയാണ്? നമുക്ക് മനസ്സിന് ബലമുണ്ടായാൽ മതി അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇപ്പം നമ്മുടെ ചാപ്റ്റർ ഇന്നത്തെ ഇവിടെ തീർന്നു. See you in the next class. Okay, thank you.